ഇപ്പോൾ തിരുവനന്തപുരത്ത് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം കണ്ണൂരിൽ ആരോഗ്യമന്ത്രിക്കെതിരായ കയ്യേറ്റത്തിൽ പ്രതിഷേധിച്ചാണ് കണ്ണൂരിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ ഉണ്ടായ യൂത്ത് കോൺഗ്രസ് KSU അക്രമത്തിൽ പ്രതിഷേധിക്കുക ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി എന്ന ബാനർ പിടിച്ചാണ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധം അവിടെ നടക്കുന്നത്. അങ്ങനെ സംസ്ഥാനത്തുടനീളം CPM-ന്റെയും ഡിവൈഎഫ്ഐയുടെ SFIയുടെ നേതൃത്വത്തിൽ ആ പ്രതിഷേധങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധത്തിന്റെ ഒരു സായാഹ്നം തന്നെയാണിത് എന്ന് ഉറപ്പായും പറയാം. അതിനിടയിൽ ആരോഗ്യമന്ത്രി നേരത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞത് ആരോഗ്യമന്ത്രിയുടെ കഴുത്തും കയ്യും പിടിച്ച് തിരിച്ചു എന്നാണ്. അത്രത്തോളം ഗുരുതരമായ അക്രമങ്ങൾ ആരോഗ്യമന്ത്രിക്ക് നേരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ദൃശ്യങ്ങളൊക്കെ എന്തായാലും പുറത്തു വരേണ്ടതാണ്. ഈ റെയിൽവേ സ്റ്റേഷന്റെ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നാൽ ഉറപ്പായും അക്രമത്തിന്റെ കൂടുതൽ വ്യക്തത അതിൽ വരികയും ചെയ്യും. ഈ പറയുന്ന പക്ഷേ ഈ പുറത്തു വന്ന ദൃശ്യങ്ങൾ PK കുഞ്ഞാലിക്കുട്ടി അടക്കം പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത് അതിനടുത്തുപോലും എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പുറത്തു വരാൻ കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും തരത്തിൽ നമ്മൾ കണ്ടതിനപ്പുറമോ ഇപ്പുറമോ ഉള്ള എന്തെങ്കിലും ദൃശ്യങ്ങളുണ്ടോ എന്ന കാര്യം ആ CCTV ദൃശ്യങ്ങൾ ഉണ്ടാകും. ആ CCTV ദൃശ്യം എന്തായാലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ആരോഗ്യമന്ത്രിയുടെ കഴുത്തിന് നല്ല പരിക്കുണ്ട്. അവർ അവിടെ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ ICUവിൽ ഇപ്പോഴും ചികിത്സയിലാണ്. നേരത്തെ ഒന്ന് രണ്ട് ദൃശ്യങ്ങളും ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. കഴുത്തിന് കോളർ ആ സംവിധാനമൊക്കെ ഇട്ടാണ് ആരോഗ്യമന്ത്രി അവിടെ ICU ബെഡിൽ കിടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ICUവിൽ പോയി ആരോഗ്യമന്ത്രിയെ കാണുകയും ചെയ്തു. തലസ്ഥാനത്താണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ഇപ്പോൾ പുരോഗമിക്കുന്ന. പന്തംകുളത്തുള്ള പ്രതിഷേധം, ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തിരുവനന്തപുരത്തെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. നേരത്തെ കോട്ടയത്തെ പ്രതിഷേധത്തിൽ UDF-ന്റെ പുതിയുഗയാത്രയുടെ ഫ്ലക്സ് അടിച്ചു പൊളിക്കുക ഒക്കെയുള്ള അക്രമ സംഭവങ്ങൾ അവിടെ കണ്ടു. അങ്ങനെ കൂടുതൽ സംഘർഷത്തിലേക്ക് സമരങ്ങൾ പോവാതിരിക്കട്ടെ എന്ന് മാത്രമേ ആഗ്രഹിക്കാനുള്ളൂ. കണ്ണൂരൊക്കെയാണ് മന്ത്രി സജി ചെറിയാൻ മാധ്യമങ്ങളോട് സംസാരിക്കുക. ഒരു മന്ത്രി എന്ന നിലയിൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഒരു ഭംഗിയായി നിർവഹിച്ച് പോകുന്നൊരു കാലമാണ്. ഓരോ വകുപ്പും കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കുമ്പോൾ ആ വകുപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പരിശോധിച്ച് ശക്തമായ നടപടികളാണ് സ്വീകരിക്കേണ്ടത്. അങ്ങനെ ശക്തമായ നടപടികൾ ആരോഗ്യരംഗത്ത് ഉയർന്നു വന്ന സജി ചെറിയാൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. സജി ചെറിയാന്റെ പ്രതികരണം നേരത്തെ വന്നിരുന്നതാണ്. ഇപ്പോ തിരുവനന്തപുരത്ത് നിന്ന് വിനേഷ് ചേരുന്നു. വിനേഷ്, ഇവിടെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം എങ്ങോട്ടേക്കാണ്? ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷ സാധ്യതകളുണ്ടോ? ഹാഷ്മി, ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രകടനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രതിഷേധ പ്രകടനം ആണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം. നമുക്ക് ഏതായാലും ഇതിപ്പോൾ പാളയത്ത് നിന്നാണ് ആരംഭിച്ചിട്ടുള്ളത്. പാളയത്ത് നിന്ന് സെക്രട്ടേറിയറ്റിലേക്കാണ് ഇപ്പോൾ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ, പരമാവധി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ആദ്യം കന്റോൺമെന്റ് ഹൌസിലേക്കായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പിന്നീട് ഇത് സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത്. അതായത് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തും എന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐ ആദ്യം വ്യക്തമാക്കിയിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്നോ മറ്റോ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ മാർച്ച് പോകുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഹാഷ്മി, തിരുവനന്തപുരത്താണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമാണ് പുരോഗമനം. തിരുവനന്തപുരം പാളയത്തുകൂടിയാണ് ആ പ്രതിഷേധം പുരോഗമിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സംസ്ഥാനത്തുടനീളം അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ CPM-ന്റെയും ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യമന്ത്രിക്കെതിരായ കയ്യേറ്റത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ആ സമരം പുരോഗമിക്കുന്നത്. അങ്ങനെ ആരോഗ്യമന്ത്രിയുടെ കഴുത്തും കയ്യും പിടിച്ച് തിരിച്ചുള്ള അക്രമികളുടെ പ്രതിഷേധം എന്നുള്ളതാണ് MV ഗോവിന്ദൻ പറയുന്നതെങ്കിൽ 3 പ്രതിഷേധക്കാരും 40 പോലീസുകാരും ഉള്ളപ്പോൾ എങ്ങനെയാണ് ആരോഗ്യമന്ത്രിക്ക് അടുത്തേക്ക് പോലും എത്താൻ അവർ കഴിയുക എന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് അടക്കം ചോദിക്കുന്നത്. നേരത്തെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം വന്നിരുന്നു. ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ കയ്യേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് നടപടി ഉണ്ടാകും, പരിശോധിക്കും. പക്ഷേ പുറത്തു വന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഉള്ളതായി കാണാനില്ല എന്നാണ് പ്രതിപക്ഷ നേതാവും കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ, PK ഫിറോസ് അടക്കമുള്ളവർ പറയുന്നത്. അങ്ങനെ സംഭവമേ ഉണ്ടായിട്ടില്ല, അത് ആരോഗ്യമന്ത്രിയുടെ നാടകമാണെന്നാണ് K സുധാകരൻ പറയുന്നത്. അപ്പോൾ സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ വലിയ തോതിലുള്ള കയ്യേറ്റം ഉണ്ടായി. നേരത്തെ MV ഗോവിന്ദൻ പറഞ്ഞത് ആരോഗ്യമന്ത്രിയുടെ കൈ പിടിച്ച് തിരിച്ചു എന്നൊക്കെയാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ദൃശ്യങ്ങൾ എന്തായാലും അത് കാണാനില്ല. ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് ആരോഗ്യമന്ത്രിക്കെതിരെ ഈ പറയുന്ന കരിങ്കൊടി ഉയർത്തിയ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വരുമ്പോൾ പോലീസ് ആരോഗ്യമന്ത്രിക്ക് വളയം തീർക്കുന്നതും ആരോഗ്യമന്ത്രി ആരോടോ കയർക്കുന്നതുമാണ് ആ ദൃശ്യങ്ങളുള്ളത്. ഉറപ്പായും റെയിൽവേ സ്റ്റേഷനിൽ CCTV ഉണ്ട്. അപ്പോൾ ഇതൊരുപക്ഷേ ഈ ദൃശ്യങ്ങൾ യൂത്ത് കോൺഗ്രസ് എടുത്ത ദൃശ്യങ്ങളായിരിക്കണം. അതല്ലാതെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ സമയത്ത് അവിടെ മറ്റ് പാർട്ടിക്കാരെങ്കിലും ഉണ്ടാവാനിടയില്ല.
ഇപ്പോൾ പുറത്തു വന്ന നമ്മൾ കണ്ട ദൃശ്യങ്ങൾ ഒരുപക്ഷെ ഉറപ്പായും യൂത്ത് കോൺഗ്രസ് എടുത്ത ദൃശ്യങ്ങൾ തന്നെ ആവണം. അതല്ലാതെയുള്ള ദൃശ്യങ്ങൾ, അപ്പുറം ഇപ്പുറമുള്ള ദൃശ്യങ്ങളുണ്ടോ എന്ന് അറിയണമെങ്കിൽ അത് റെയിൽവേ സ്റ്റേഷന്റെ CCTV ദൃശ്യങ്ങൾ തന്നെ പുറത്തു വരണം. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷി സേവ്യർ ആ ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പുറത്തു വിടണമെന്ന്. വിനേഷ് ചേരുന്നുണ്ട്. വിനേഷ്, വലിയ പ്രവർത്തക പങ്കാളിത്തത്തിൽ ആ പ്രതിഷേധ പ്രകടനം അവിടെ പുരോഗമിക്കുകയാണല്ലേ? കാശ്മീർ നിലവിലിപ്പോൾ സമാധാനപരമായിട്ട് തന്നെയാണ് പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. മുദ്രാവാക്യം വിളികളെല്ലാം ഉണ്ട്. എന്നാൽ പ്രകോപനപരമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും ഇനി ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സാധ്യതയുണ്ടെന്നുള്ളത് കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു സുരക്ഷാ സംവിധാനങ്ങൾ എന്തായാലും തിരുവനന്തപുരം നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കന്റോൺമെന്റ് ഹൌസിലേക്കായിരുന്നു ആദ്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, ആദ്യം പ്രതിഷേധ മാർച്ച്, ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ച് അങ്ങോട്ടായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അതേ തുടർന്ന് പിന്നീട് മാറ്റുകയാണ് ഉണ്ടായത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് എത്താൻ ഇനി കുറച്ച് സമയം മാത്രം മതി. സെക്രട്ടേറിയറ്റിലേക്കുള്ള പ്രതിഷേധ പ്രകടനമാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 100-ലധികം ഡിവൈഎഫ്ഐ പ്രവർത്തകർ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഇതിനു മുമ്പ് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് അല്പസമയം മുമ്പാണ് കഴിഞ്ഞത്. അതിനുശേഷമാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്കറിയാം, വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംസ്ഥാന വ്യാപകമായി തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നുണ്ട്. മന്ത്രി വീണ ജോർജിന് കരിങ്കൊടി കാണിക്കുന്നതിനിടയിൽ KSP പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുന്നതിന് അവർക്ക് പരിക്കേറ്റ് ആശുപത്രിയിലാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സംസ്ഥാന വ്യാപകമായി തന്നെ ഇടതുപക്ഷ സംഘടനകളും യുവജന സംഘടനകളും പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിട്ടുള്ളത്. അതിൽ തിരുവനന്തപുരത്ത് കന്റോൺമെന്റിലേക്ക് മാർച്ചുണ്ടാവും. അവിടെ അക്രമ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ പിന്നീട് അത് മാറ്റുകയും സെക്രട്ടേറിയറ്റിലേക്ക് ഉള്ള മാർച്ചായി മാറ്റുകയും ചെയ്തു. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ പരിസരത്തേക്ക് മാർച്ച് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. അലക്സ്, എനിക്കൊന്ന് വലിയ മഴ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ, അല്ലേ? അശ്വേ, അത് അല്പസമയം മുമ്പ് തിരുവനന്തപുരം നഗരത്തിൽ മഴ ആരംഭിച്ചിട്ടുണ്ട്. ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഇതാ കാണുന്നത് ഡിവൈഎഫ്ഐ മാർച്ചാണ്. ഡിവൈഎഫ്ഐ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിലേക്കായിരുന്നു ഡിവൈഎഫ്ഐ മാർച്ച് സംഘടിപ്പിക്കുമെന്നുള്ള പ്രഖ്യാപനം ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നത്. പക്ഷേ അവർ ഉടനെ തീരുമാനം മാറ്റുകയായിരുന്നു. സെക്രട്ടേറിയറ്റിലേക്ക് ആ മാർച്ച്, പ്രതിഷേധ മാർച്ച് നടത്തുകയായിരുന്നു. മനസ്സിലാക്കുന്നത് അതിനകത്തൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. കന്റോൺമെന്റിലേക്ക് തൽക്കാലം നടത്തേണ്ടതില്ല, അത്തരമൊരു വലിയ പ്രശ്നത്തിലേക്ക് പോകേണ്ടതില്ല എന്നൊരു ഇടപെടൽ ഉണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും സെക്രട്ടേറിയറ്റിലേക്ക് ഡിവൈഎഫ്ഐയുടെ മാർച്ച് പുരോഗമിക്കുന്നു. അവർ സെക്രട്ടേറിയറ്റിലെ സമര ഗേറ്റിലേക്കാണ് മാർച്ചുമായി ഡിവൈഎഫ്ഐ എത്തുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കണ്ണൂരിൽ KSU പ്രതിഷേധത്തിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് പരിക്കേറ്റ സംഭവത്തിലാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധം നടത്തുന്നത്. ഈ മഴയിലും പന്തം കൊളുത്തിയുള്ള പ്രകടനമാണ് അവർ നിശ്ചയിച്ചിരുന്നത്. അത്തരത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തുന്നുണ്ട്. വലിയ പ്രതിഷേധം ഉയർത്തുന്നു. ഇതിൽ ആ ബാനറിൽ എഴുതിയിരിക്കുന്നത് തന്നെ കണ്ണൂരിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ ഉണ്ടായ യൂത്ത് കോൺഗ്രസ് KSU ആക്രമണത്തിൽ പ്രതിഷേധിക്കുക എന്നതാണ് ആ ബാനറിലെ എഴുത്തു തന്നെ. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നത്. പോലീസിന്റെ സർവ്വസന്നാഹങ്ങളും വിന്യാസങ്ങളും ഇവിടെ സുരക്ഷ ഒരുക്കുന്നുണ്ട്. ഈ മന്ത്രി വീണ ജോർജിന് പരിക്കേറ്റ് അതിന് പിന്നാലെ തന്നെ സംസ്ഥാനത്തെയും തിരുവനന്തപുരത്തെയും പ്രധാനപ്പെട്ട കോൺഗ്രസ് ഓഫീസുകൾക്കടക്കം പോലീസ് സുരക്ഷ ശക്തമാക്കിയിരുന്നു. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ പോലീസിന്റെ വലിയ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സമാനമായി തന്നെ DCC ഓഫീസിലും സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ പോലീസ് സന്നാഹത്തെ ആ മേഖലയിൽ ഒന്നാകെ വിന്യസിച്ചിട്ടുണ്ട്. അതാ സെക്രട്ടേറിയറ്റിലേക്കും സമാനമാണ് കാഴ്ച. സമര ഗേറ്റിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധ മാർച്ചുമായി എത്തുന്നു. പ്രതിഷേധ മുദ്രാവാക്യം വിളിക്കുന്നു. ഈ പ്രതിഷേധ അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിക്ക് പരിക്കേറ്റതിന് പിന്നിൽ അത് VD സതീശനാണ്, പ്രതിപക്ഷ നേതാവാണ് ഈ അക്രമ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നതെന്നാണ് ഡിവൈഎഫ്ഐയും CPM-ഉം ആരോപിക്കുന്നത്. ആ പ്രതിഷേധം ശക്തമാക്കാൻ അവർ നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നമ്മൾ കണ്ടത് അല്പം ഇവിടെ നിന്ന് മാറി, അതായത് ഈ സെക്രട്ടേറിയറ്റ് സമര ഗേറ്റിന്റെ അല്പം മാറിയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയായ തൈക്കാട് ഹൗസിലേക്ക് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം നമ്മൾ കണ്ടു. അവിടെ വസതിയിലേക്ക് കടന്നു കയറി തീർത്ത് വെച്ചുള്ള പ്രതിഷേധമായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയത്. ആ ഒരു പ്രതിഷേധത്തിന് പിന്നാലെ തന്നെ CPM-ന്റെ ഭാഗത്ത് പ്രതികരണം, അത് പ്രതിപക്ഷ നേതാവിന്റെ അറിവോടുകൂടിയായിരുന്നു അത്തരം അക്രമ പ്രതിഷേധങ്ങൾ ആരോഗ്യമന്ത്രിക്കെതിരെ നടത്തുന്നതെന്നാണ് CPM. തിരുവനന്തപുരം നല്ല മഴയാണ്. ആ മഴയിലും ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം, വലിയ മഴയല്ല എങ്കിൽ കൂടി മഴയുണ്ട്. ഡിവൈഎഫ്ഐയുടെ പന്തം കൊളുത്തി പ്രതിഷേധം ആദ്യം കന്റോൺമെന്റിലേക്കാണ് പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങോട്ടേക്ക് പോകേണ്ടതില്ല എന്ന ഏതോ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ സമരഗേറ്റ് ഉണ്ട്. ആ സമരഗേറ്റിന്റെ തൊട്ടിപ്പുറത്ത് ആ പ്രതിഷേധം അവിടെ മുദ്രാവാക്യം വിളികളുമായി അവിടെ വരെ എത്തിച്ചേർന്നിരിക്കുന്നു. തിരുവനന്തപുരത്ത് മാത്രമല്ല, കോലം കത്തിക്കാൻ പ്രതിപക്ഷ നേതാവിന്റെ ആണോ എന്നറിയില്ല, കോലം കത്തിക്കാനുള്ള പ്ലാൻ അവിടെയുണ്ട്. പക്ഷേ മഴയത്ത് കോലം കത്തിക്കൽ നടക്കുമെന്നറിയില്ല.
എന്തായാലും മഴയത്തും അണയാത്ത സമരവീര്യവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവിടെ നിന്ന് മുദ്രാവാക്യം മുഴക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തിരുവനന്തപുരത്ത് മാത്രമല്ല, നേരത്തെ കൊല്ലം ചിന്നക്കടയിലാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കം ജെ മേഴ്സിക്കുട്ടിയമ്മ അടക്കം നടന്ന ഒരു പ്രതിഷേധ പ്രകടനം അവിടെ നടന്നത്. കേരളത്തിലൊട്ടുമിക്ക എല്ലാ ഭാഗത്തും CPM കേഡർ തെരുവിലുണ്ട്. വലിയ പ്രതിഷേധം അവർ തീർക്കുന്നുണ്ട്. CPM മാത്രമല്ല, ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും പ്രവർത്തകരൊക്കെ അങ്ങോട്ടേക്ക് ഇറങ്ങി. ആരോഗ്യമന്ത്രിക്കെതിരെ കയ്യേറ്റമുണ്ടായ ആരോപണത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് അവിടെ ഇവിടങ്ങളിലൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അലക്സ്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷ സാധ്യത ഇല്ല എന്ന് തന്നെ പറയാമല്ലേ? ഉണ്ടാവാതിരിക്കട്ടെ. ഹാഷ്മി, ഇല്ല. അതായത് സമാധാനപരമാണ് സമരം ഇവിടേക്ക് എത്തിയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമര ഗേറ്റിന് മുന്നിലേക്കാണ് എത്തിയത്. പോലീസ് ഓക്കെ, അവിടെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമാപിക്കാൻ ഒരുങ്ങുന്നത്. പന്തം കൊളുത്തിയുള്ള പ്രകടനമാണ്. കോലം കത്തിക്കാൻ അടക്കമുള്ള സമര രീതികൾ അവിടെ ഉണ്ട് എന്ന് തോന്നുന്നു. കേരളമെമ്പാടും ആരോഗ്യമന്ത്രിക്കെതിരായ കയ്യേറ്റമെന്ന് ആരോപിച്ചുള്ള പ്രതിഷേധത്തിലാണ് ഡിവൈഎഫ്ഐ, SFI, CPM പ്രവർത്തകർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.